ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ മല്ലു ഷോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് റിസ്വാൻ. ഇന്ന് നമ്മുടെ പ്രീവിയസ് എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനാണ്. വീണ്ടും നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ അറിയാം. ഇല്ലെങ്കിൽ ചെയ്യുക. മാത്രമല്ല, ലാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഒരു പുതിയ സംഭവമായിരിക്കും. അതുകൊണ്ട് ലാസ്റ്റ് എപ്പിസോഡ് ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ. സോ ഇന്നും എൻ്റെ കൂടെ ഉള്ളത് 2 ഗസ്റ്റാണ്. ഒന്ന് എൻ്റെ ഫ്രണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുണ്ടാവാം, ലാസ്റ്റ് എപ്പിസോഡ് കേട്ടിട്ടുണ്ടെങ്കിൽ. അനസ് എന്നാണ് പേര്. അനസ് ഇസ് എൻ MBA ഗ്രാജുവേറ്റ്, ഈസ് വർക്കിംഗ്. ഓക്കെ. മറ്റൊരാൾ നമ്മളെ ഫുൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സുഹൃത്താണ്. ഫറാൻ എന്നാണ് പേര്. സോ ഫറാൻ ഈസ് എ 11th ഗ്രേഡ്. 11th എന്ന് പറയാൻ പറ്റില്ല, 10th കഴിഞ്ഞിട്ട് ഇപ്പോൾ 11th സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം മൂപ്പരുടെ എക്സ്പീരിയൻസും നമ്മുടെ എക്സ്പീരിയൻസും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ആക്ച്വലി ഇവിടെ വേറൊരു കാര്യമാണ് നടന്നുകൊണ്ടുണ്ടായിരുന്നത്. ഫറാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡ് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓക്കെ. സോ എന്താണ്, സെറ്റല്ലേ? ഓക്കെ. സോ നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ട് ഫുൾ തളർന്നിരിക്കുകയാണ്. ഓക്കെ. സോ ഇനിയുള്ള നമ്മളെ ചർച്ചയായിരിക്കും നമ്മളെ എനർജി എന്ന് പറയുന്നത്. മാത്രമല്ല, ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ സജഷൻസ്, അഭിപ്രായങ്ങളും പറയാം. സോ ഫറാൻ എന്താ പറയുന്നത്? സബ്സ്ക്രൈബ് എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഓക്കെ. ഓക്കെ. സോ കമൻസ് അറിയിക്കുക ഡെഫിനറ്റ്ലി. അതെ. മാത്രമല്ല, ഫറാൻ ഈസ് എൻ IAS ആസ്പിരൻറ്റ്. വളരെ ചെറിയൊരു IAS ആസ്പിരൻ്റ് ആണ്. IAS ആവാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഫറാനെ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഫറാൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. സോ അടുത്ത എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോളേജ് പോകണം നിർബന്ധമുണ്ടോ? ഇല്ല. കുറേ പേര് മീൻസ് നമ്മളുടെ CBSE തന്നെ ഇപ്പോൾ 10th ക്ലാസ്സിൽ പ്രൈവറ്റ് സ്റ്റുഡൻസ് ഉണ്ട്. മീൻസ് സെൽഫ് സ്റ്റഡി സ്കൂളിൽ പോകാണ്ട് ഇപ്പോൾ ആ സ്റ്റുഡൻസിന് ഇപ്പോൾ എക്സാം വെക്കുന്നുണ്ട്. നമുക്കില്ലെങ്കിലും നമ്മൾ റെഗുലർ സ്റ്റുഡൻസ് ആണ്. പക്ഷേ പ്രൈവറ്റ് സ്റ്റുഡൻസിന് അവർ സ്കൂളല്ല, അവർ ടെക്സ്റ്റ് ബുക്സ് പർച്ചേസ് ചെയ്ത് സ്വയം പ്രിപ്പയർ ചെയ്ത് ടീച്ചേഴ്സിന് ഹെൽപ്പ് ഇല്ലാണ്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരെ പോലെ കുറേ കോളേജസിൽ പോകാണ്ട് ഇപ്പോൾ IAS തന്നെ കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കുന്നവരുണ്ട്. നീറ്റിൽ അതുപോലെ പോകുന്നവരുണ്ട്. പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് കഷ്ടപ്പെട്ട് ബുക്സൊക്കെ വായിച്ച് സെൽഫ് സ്റ്റഡി നടത്തുന്നവരുണ്ട്. അപ്പോൾ കോളേജ് ഈസ് ജസ്റ്റ് നമ്മളുടെ ഒരു പേരിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സ്ഥലം മാത്രമാണ്. പക്ഷേ ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെഡിക്കേഷൻ അതിനുള്ള അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഡെഡിക്കേഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് പഠിക്കാൻ പറ്റും. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഓക്കെ. അപ്പോൾ നീ അതായത് ഫറാൻ ഇപ്പോൾ പറഞ്ഞത് കോളേജിൽ പോകുന്ന അത്ര കമ്പൽസറി അല്ല. ഓക്കെ. സെയിം ടൈം ഇപ്പോൾ എന്നെപ്പോലുള്ളൊരു സ്റ്റുഡൻറ്റിന് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ എന്തായാലും ഒരു സപ്പോർട്ട് വേണം. കാരണം എന്ന് വെച്ചാൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ട് അങ്ങനെ ആരെങ്കിലും ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് എൻ്റെ ഒരു ഇതാണ്. മീൻസ് അതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അത് കോളേജ് ജസ്റ്റ് ഫോർ എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് ഒരിക്കലും അല്ല. എനിക്കറിയില്ല, ഇപ്പോൾ ഓരോരാൾക്കും ഓരോ കോൺസെപ്റ്റാണ്. എൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ കോളേജ് പോകുന്നത് ജസ്റ്റ് ഫോർ സ്റ്റഡീസിന് മാത്രമല്ല. ഒന്നാമത് ഞങ്ങൾക്ക് അവിടുന്ന് ഒരുപാട് നോളജ് കിട്ടും കോളേജിൽ നിന്ന്. അതേപോലെ ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ഉള്ളത് പഠിച്ചിട്ട് എക്സാം എഴുതിയിട്ട് പാസ്സായിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല. ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ശരിയാണ്. അങ്ങനെ ഇപ്പോൾ ഏത് കോഴ്സസും വേണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. സെയിം ടൈം നമ്മൾ കോളേജിൽ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രാവൽ ചെയ്തതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു, ആരോടൊക്കെ സംസാരിക്കും. സെയിം ടൈം കോളേജിലെത്തിയിട്ട് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മീൻസ് നമ്മൾ ലെക്ചേഴ്സ് അവരോട് സംസാരിക്കുന്നത് എപ്പം കിട്ടുന്ന ഒരു എക്സ്പോഷൻ. സെയിം ടൈം നമ്മൾക്ക് പഠിക്കുന്ന സ്ഥലത്ത് ഒരു റിലീജിയൻ, ഒരു ലൊക്കേഷൻ അങ്ങനെ ഉള്ളിടത്തു നിന്നുള്ള സ്റ്റുഡൻസ്, എല്ലാ സ്ഥലത്തു നിന്നുള്ള സ്റ്റുഡൻസ്, അവിടുന്ന് കിട്ടുന്ന കുറച്ച് ഇൻഫോർമേഷൻ. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് ജസ്റ്റ് ബുക്ക് കൊണ്ട് വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ നോളജും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. ദ അതർ തിങ്, ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഏത് സമയം നമുക്ക് ബുക്ക് എടുത്ത് വായിക്കാം, റൈറ്റ്? സെയിം ടൈം നമ്മൾ കോളേജിലേക്കൊക്കെ പോകുമ്പോൾ ഡിസിപ്ലിൻ, ടൈം മാനേജ്മെൻറ്റ് ഇതൊക്കെ പഠിക്കണമെങ്കിൽ എന്തായാലും കോളേജിൽ പോകണം. എന്താ പറയുന്നത്, ഇപ്പോൾ എനിക്ക് 9 മണിക്ക് കോളേജാണെങ്കിൽ
നയൻത്ത് കിട്ടിയാകുമ്പോഴുള്ള ആ വെത്തപ്പാട് മീൻസ് ആ വാല്യൂ ആ മനസ്സിലാക്കുന്നു. ഓടി അവിടെ എത്തുന്ന ആ സമയമൊക്കെ ടൈം മാനേജ്മെന്റ് അതൊക്കെ എന്തായാലും നമുക്ക് ബുക്കൊന്നും എന്തായാലും നമുക്കൊരു ടൈം മാനേജ്മെന്റ് പഠിക്കാൻ പറ്റില്ല. ടൈം മാനേജ്മെന്റ് നമ്മൾ ചെയ്തു പഠിക്കണം. ഇപ്പോൾ അതേപോലെ ഇത് മറ്റുള്ള മനുഷ്യ മീൻസ് അതർ പീപ്പിൾസ്, അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവർ എങ്ങനെയാണ് ഒരാളോട് പെരുമാറുന്നത്, അതൊക്കെ പഠിക്കണമെങ്കിൽ എന്തായാലും നമ്മൾ പുറത്ത് പോകണം, അധികം ആളുമായിട്ട് സംസാരിക്കണം. അതിലൂടെ പറ്റും. അപ്പം കോളേജിൽ പോകുന്നത് നിർബന്ധമാണ്. കാരണം ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് ഒരു സ്വപ്നജീവി പോലെ പോയിട്ട് വരുന്ന ആൾക്ക് കോളേജിൽ പോയിട്ട് ഉപകാരമില്ല. പക്ഷേ ഒരു ഡെഡിക്കേറ്റഡ് പേഴ്സൺ മാത്രമാണ് ഒരു കോളേജ് മീൻസ് പോയാൽ പങ്ക്ച്വാലിറ്റി, പിന്നെ തീർച്ചയായിട്ടും വേറെ ലൊക്കേഷനിലുള്ള ആൾക്ക് ഇൻട്രാക്ഷൻ ചെയ്യണം. എന്നാൽ നമുക്ക് ലോകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ പീപ്പിളായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. നമ്മുടെ ലൈഫ് ത്രൂ ഔട്ട് നമുക്ക് കുറേ പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പല ലാംഗ്വേജസിൽ നമ്മൾ സംസാരിക്കേണ്ടി വരും. ആസ് പെർ ജോബ് ആൻഡ് ലിവിങ് ഓൾസോ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കോളേജ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് സജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പക്ഷേ ലോകവിവരം എന്തെങ്കിലും കോളേജിൽ പോയാലും കിട്ടും. അത് ഞാൻ ഇവരുമായിട്ട് അഗ്രി ചെയ്യുകയാണ്. ആക്ച്വലി ഫർഹാൻ ഇവിടെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വൺ തിങ് ലൈക്ക് ഇവിടെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പം കണ്ടൊരു സാധനം ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫർഹാൻ ഒരു കാര്യം പറഞ്ഞു, അൻസ് അത് കൗണ്ടർ ചെയ്തു, ഫർഹാൻ അത് അഗ്രി ചെയ്തു. ദിസ് ഈസ് ഹെൽത്തി ലേണിംഗ്. ലൈക്ക് യൂഷ്വലി നമ്മൾ കണ്ട് പഠിച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ മുതിർന്നവരെന്നാവാം, അല്ലാതെ ആയിരിക്കാം. നമ്മൾ തെറ്റാണെങ്കിൽ തെറ്റ് അംഗീകരിക്കുക, അത് വലിയൊരു കാര്യമാണ്. ലൈക്ക് നമ്മളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് അംഗീകരിക്കാത്തിടത്തോളം കാലം നമ്മൾ ആ തെറ്റിന്ന് എപ്പോഴും തെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. ഓക്കെ, സോ അടുത്ത ചോദ്യം എന്നുള്ളത് അൻസിനോടാണ്. ലൈക്ക് നമ്മളെ നാട്ടിൽ ഡെഫിനറ്റ്ലി ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ അതേപോലെ ചോദ്യം, ലൈക്ക് കോളേജിൽ പോകുന്നില്ല, ഒരുപാട് ആൾക്കാർ കോളേജിൽ പോകുന്നില്ല. നമ്മളൊരു മെജോറിറ്റി നമ്മളെ കമ്മ്യൂണിറ്റി എടുത്ത് വയ്ക്കാൻ ഒരു മെജോറിറ്റിയോളം ആൾക്കാർ, മേ ബി ലെറ്റ്സ് സേ 70% കുറവ് ആൾക്കാരായിരിക്കും കോളേജ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 70% കുറവല്ല, ഒരു 30% കുറവ് ആൾക്കാരായിരിക്കും കോളേജ് കംപ്ലീറ്റ് ചെയ്യുന്നത്. വെറുതെ പോയിട്ട് കോളേജ് ചേരുന്ന ആൾക്കാരാണ് ഒട്ടുമിക്ക ആൾക്കാരും. അതും വെറുതെ ഇങ്ങനെ ഒരു കോളേജ് ചേരാം എന്നുള്ള രീതിയിൽ ചേർന്നിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രോത്തിന് വേണ്ടിയിട്ട് എല്ലാ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത്. നേരെ മറിച്ച് വെറുതെ ഒരു തമാശക്ക് പോയിട്ട് കോളേജ് ചേർന്ന് തമാശക്ക് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് വെറുതെ എവിടെയെങ്കിലും പോയിട്ട് പിന്നെ നോക്കാന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഒരുപാടുണ്ട്. ചില കോളേജ് ചില ആൾക്കാർക്കൊക്കെ ഒരു ചില്ലിങ് സ്പോട്ട് മാത്രമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന്, ഇപ്പോൾ നിൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന്, ഫർഹാൻ്റെ വീട്ടിൽ നിന്ന്, ആരുടെ വീട്ടിൽ നിന്നായാലും ദേ വിൽ ഫോഴ്സ് അസ് ടു സ്റ്റഡി. ഫോഴ്സ് ചെയ്ത് എന്തായാലും അത് വൈക്ക് വെച്ചിട്ട് എല്ലാവരും നിർത്തും, ഉറപ്പാണ്, പക്ക. പക്ഷേ സെയിം ടൈം ഇപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല, ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്, അതായത് ബാംഗ്ലൂർ രാമയ്യ കോളേജ്. ആ സമയത്ത് എന്നോട് ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഗ്രിക്ക് വേണ്ടി നീ എന്തിനാ ബാംഗ്ലൂരിൽ പോയത്, അത് നിനക്ക് നാട്ടിൽ നിന്ന് എടുത്തുകൂടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തിനാ പോയത്, അത്രയും പൈസ ചിലവാക്കി. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ എൻ്റെ അടുത്തുള്ള ടാസ്ക് കോളേജ്, അങ്ങനെ ഒരുപാട് കോളേജിലേക്ക് ജോയിൻ ചെയ്തു. അപ്പം എന്നോട് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ ഒരു ഡിഗ്രിക്ക് വേണ്ടി ബാംഗ്ലൂർ വരെ പോയത്. അപ്പോൾ എനിക്കും ആ സെയിം തോട്ട് വന്നു. അപ്പോൾ എൻ്റെ പാരൻസ് ശരിക്കും എന്നെ ബാംഗ്ലൂരേക്ക് അയച്ചതെന്ന് വെച്ചാൽ, ഇവിടെ പഠിച്ചാൽ എന്തായാലും ഫ്രണ്ട്സ് സർക്കിൾ, ട്രിപ്പ്, ക്ലാസ് ബങ്കിങ് അങ്ങനെയൊക്കെ ആയിട്ട് നീ എന്തായാലും പഠിക്കില്ല, അപ്പോൾ നീ അവിടെ ഒറ്റക്ക് പോയി പഠിച്ചോ. സത്യം. ഈ ചിരിക്കുന്ന മഹാനുണ്ടല്ലോ, നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ചത്. അപ്പോൾ നമ്മളൊക്കെ കൂട്ടിട്ട് കളിക്കും, ലാസ്റ്റ് ഇവൻ മാർക്കും കൊണ്ടുപോകും, ഞങ്ങളൊക്കെ കഷ്ടിച്ച് പാസ്സാവും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, വിട്ടോ നാട്. അപ്പോൾ എനിക്കും അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു, അത്ര ദൂരം വരെ പോയി പഠിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. പക്ഷേ ആ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് എൻ്റെ ഉമ്മാനോടും എൻ്റെ പാരൻസിനോടും തോന്നിയ ഒരു എന്താ പറയുക,
താങ്ക് എന്താ പറയുക, റെസ്പെക്ട് അത് വളരെ അധികമായിരുന്നു. കാരണം വെച്ചാൽ ആ സമയത്ത് എന്നോട് പറഞ്ഞ ഈ 3/4 ആൾക്കാരും നിനക്ക് നാട്ടിൽ ഡിഗ്രിക്ക് ചെയ്തൂടെ, ഇവിടെ നിന്ന് എൻജോയ് ചെയ്യായിരുന്നില്ലേ, അവരൊക്കെ 1 2 ബാക്ക് പേപ്പേഴ്സ് വെച്ചിട്ട് അത് പേപ്പർ എഴുതാൻ മൂഡൊക്കെ നഷ്ടപ്പെട്ട് എഴുതാണ്ട് നിന്ന് അവരത് ഡ്രോപ്പ് ചെയ്തു. വെച്ചാൽ ഇവിടെ ഒരു കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 3/4 ആൾക്കാർക്കും തോന്നുക ചില്ല് ചെയ്തിട്ട് പോവുക. അപ്പം അങ്ങനെ ചില്ല് ചെയ്ത് സ്റ്റഡീസിന്ന് വിട്ട് പോയി ട്രിപ്പ് അടിച്ചു, കോളേജ് ഫങ്ഷൻസ്, ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പറഞ്ഞിട്ട് എന്താവും, ഇവർ നല്ലൊരു ഇതിലായിരിക്കും ഉണ്ടാവുക. വെച്ചാൽ പിന്നെ എഴുതിയെടുക്കാന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിൽക്കും. അപ്പോൾ നല്ലോണം പഠിക്കുന്ന അല്ല ഇവർ സപ്പോർട്ട് ചെയ്യുന്ന പിള്ളേരൊക്കെ പഠിച്ച് പാസ്സായി പോകും. പിന്നെ ഇവർ ഒറ്റക്കാവും. അപ്പോൾ ഇവർക്ക് എന്തായാലും എഴുതിയെടുക്കാൻ വളരെ ഒറ്റയ്ക്ക് ഇപ്പോൾ ഇരുന്നിട്ട് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അവർ വിചാരിക്കും ഇനി എന്തിനാണ് എഴുതുന്നത്, അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് അതെന്തായാലും അവിടെ ഡ്രോപ്പ് ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഞാൻ ആ ബാംഗ്ലൂർ പോയതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഡിഗ്രി ഞാൻ എടുത്തത്, എൻ്റെ MBA ഞാൻ എടുത്തത്. ഇല്ലെങ്കിൽ ഞാനും സെയിം സിറ്റുവേഷൻ ആയിരിക്കും. അതായത് ഇപ്പം പറഞ്ഞു വരുന്നത് മൊത്തത്തിൽ മനസ്സിലാക്കിയൊരു കാര്യം, അതായത് കോമൺ ആയിട്ടൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് അവിടത്തേക്ക് എത്തി ലാസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കോളേജ് കംപ്ലീറ്റ്ലി ഒരുപാട് അഴിച്ചുപണികൾ നടത്തേണ്ടതുണ്ട്. ഡെഫിനറ്റ്ലി കോളേജ് മാത്രമല്ല, ഡെഫിനറ്റ്ലി നമ്മളെ സൊസൈറ്റിയിലുള്ള ഈ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പഠിക്കുന്നത് വെറുതെ പഠിക്കുന്നതല്ല ഒരിക്കലും. നമ്മൾ സ്റ്റെബിലിറ്റിയാണ് ലൈഫിൽ ആഗ്രഹിക്കുന്നത്. ലൈക്ക് നല്ലൊരു ജോലി, നല്ലൊരു ജീവിതം, നല്ല കാറ്, നല്ല ബൈക്ക്, നല്ലൊരു കല്യാണം കഴിക്കണം, നല്ലപോലെ കുടുംബം നോക്കണം, ഇതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളെ ഒരു വേറൊരു കാര്യം എന്നുള്ളത് നമ്മളെ നാട്ടിലുള്ള നമ്മുടെ റോൾ മോഡൽസാണ് അല്ലേ. നമ്മൾ വളർന്നിട്ടുള്ള ആൾക്കാർ, നമ്മുടെ മുതിർന്നവരൊക്കെ ഇങ്ങനെ ആരും നമ്മൾ എക്സാമ്പിൾ അറിഞ്ഞാണ്, അയാൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല, ഞാൻ അതേപോലെ പോവാം, ഞാനൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പോവാം അവിടെ. ബട്ട് എത്രത്തോളം സക്സസ്ഫുൾ ആണ്, എത്രത്തോളം സ്ട്രഗിൾ എന്നുള്ളത് ദാറ്റ്സ് അനദർ തിങ്. അത് നമ്മൾ പിന്നെ ദിവസത്തെ ഡിസ്കഷനിലേക്ക് എടുക്കാം. പക്ഷെ നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കോളേജിൽ വെറുതെ പോയിട്ട് ചില്ലിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു സിസ്റ്റം മാറേണ്ടതുണ്ട്. ഡെഫിനറ്റ്ലി നല്ല കോളേജ് പഠിക്കുന്നുണ്ട്, നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നുണ്ട്, അതിൻ്റേതായ ഗുണങ്ങളുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേറൊരു കമ്മ്യൂണിറ്റി എടുത്തു വയ്ക്കാനല്ല, വേറൊരു സൊസൈറ്റി, ഒരു എഡ്യൂക്കേഷൻ സൊസൈറ്റി എടുത്തു വയ്ക്കാനല്ല, അവർ ഒട്ടുമിക്ക എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുന്ന ആളായിരിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ റൂംമേറ്റ്, ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന റൂംമേറ്റ്, അവൻ ചിലപ്പോൾ കേൾക്കുമായിരിക്കും, സോറി ബ്രോ. ഓക്കെ, എൻ്റെ റൂംമേറ്റ് അവൻ റൂമിൽ നിന്ന് അവൻ പഠിച്ച നല്ല കോളേജിൽ തന്നെയാണ്, എഞ്ചിനീയറിംഗ് പഠിച്ച നല്ല കോളേജിൽ തന്നെയാണ്. എനിക്ക് MBA ആണെന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഓക്കെ മേ ബി ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവിടെ മാനേജ്മെൻറ്റ് സീറ്റ് അങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ റൂമിൽ പോയപ്പോൾ കണ്ട ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി രാവിലെ ഇരുന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് CAT എക്സാം എഴുതാൻ വേണ്ടിയിട്ട് IIMൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് CAT എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി ഒരുപാട് കഷ്ടപ്പെടാനുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ലൊരു കോളേജ് കയറി കഴിഞ്ഞാൽ അതിൻ്റേതായ വാല്യൂ ഉണ്ട്. നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ വാല്യൂസ് ഉണ്ട്. അത് നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട്. നമ്മളെ നാട്ടിൽ നമ്മൾ പറയും എന്താ നാട്ടിലെ സ്കൂളിൽ ചേർന്നുകൂടെ, എന്നിട്ട് പറയും മുറ്റത്തെ മുല്ലക്ക് മണമില്ല, അങ്ങനെയാണ് ചിന്തിക്കാനൊക്കെ പറയും. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ളത് ആക്ച്വലി നടക്കുന്നത് എഡ്യൂക്കേഷൻ അല്ല, ജസ്റ്റ് കോളേജുകാർക്കൊരു ബിസിനസ്സും സ്റ്റുഡൻസിനൊരു എൻ്റർടൈൻമെൻറ്റ് സോണുമാണ് ആക്ച്വലി നടക്കുന്നത്. അവിടെ ഒരു കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് മാറേണ്ടതുണ്ടാവുക? ലൈക്ക് ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ മാറേണ്ടതുണ്ടാവും? ബ്ലാങ്കായി മാറേണ്ടതൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ബി ഫ്രാങ്ക്, കണ്ണൂർ യൂണിവേഴ്സിറ്റി അവരുടെ റിസൾട്ടൊക്കെ വരാൻ ഒരുപാട് ലേറ്റാവും. എക്സാം ഒരു പ്രോപ്പർ ഡേറ്റ് അല്ല. അതൊക്കെ കാണുമ്പം തന്നെ ഇപ്പോൾ ഞാൻ പഠിച്ചത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, അപ്പോൾ അവർ ഡേറ്റ് റിസൾട്ട് അതെല്ലാം പക്കാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു എക്സാം റീച്ചായി, നമുക്കത് ചെയ്യണം, എഴുതി തീർക്കണം എന്നൊക്കെ ഉണ്ടോ. നമ്മളെ ഇപ്പം നാട്ടിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ഒരു പങ്ക്ച്വൽ അല്ല ഒന്നിലും. അപ്പോൾ തന്നെ സ്റ്റുഡൻസിൻ്റെ പകുതി കോൺഫിഡൻസ് പോകും. ഈ എക്സാം ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്ത്, അതേപോലെ റിസൾട്ട് വരാണ്ട് ഒരു മീൻസ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നാട്ടിലുള്ള പിള്ളേർ, ഈ പഠിക്കുന്ന പിള്ളേർ
അവരൊക്കെ റിസൾട്ട് വരാൻ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു ഇയർ ഭയങ്കരമായിട്ട് വേസ്റ്റായി. അവർക്ക് എന്തായാലും ഒന്ന് ആ സമയം കൊണ്ട് എന്തായാലും ഒരു ഇയർ എന്നൊക്കെ പറയുമ്പം സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ എന്തായാലും ആ ഒരു ടെൻഷൻ ഫസ്റ്റ് ഇയർ അത് എന്താവും, അത് അറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ മുന്നോട്ട് പോകണ്ടേ. എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഫ്രണ്ടാണ്, യങ് ഫ്രണ്ടാണ്, കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ തേർഡ് ഇയർ ആണ്. ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടോ അല്ലോ വന്നിട്ടില്ലോ എന്നറിയില്ല. എന്നെ വിളിച്ചിട്ട് ആദ്യം ഞാൻ പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ ഞാൻ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, എന്നെക്കൊണ്ട് പറ്റൂല, എനിക്കിത് വേണ്ട, ഭയങ്കര ഒരു സ്റ്റേറ്റിലായിരുന്നു മൂപ്പര് തന്നോട് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. ഇപ്പം മൂപ്പര് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, കോളേജ് തേർഡ് ഇയർ ആണ്. പക്ഷേ ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല. എനിക്കൊന്ന് കോഴിക്കോട് യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു. സംഭവം എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനറ്റ്ലി ഇതായിട്ട് അത് മാറേണ്ടതുണ്ട്, കുറച്ചുകൂടി പങ്ക്ച്വലാകേണ്ടതുണ്ട്. ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റി ഇപ്പം ഞങ്ങൾ പഠിക്കേണ്ട നമ്മളെ ലെക്ചേഴ്സ്, നമ്മളെ സിലബസ്, നമ്മളെ യൂണിവേഴ്സിറ്റി അതൊക്കെ കണ്ടിട്ടാണ് അവർ തന്നെ ഇങ്ങനെ പങ്ക്ച്വൽ, അല്ലെങ്കിൽ പിന്നെ സ്റ്റുഡൻസ് എങ്ങനെ പങ്ക്ച്വലോ. ഞാൻ വേറൊരു കാര്യം ഫറാനോട് ചോദിക്കട്ടെ. ഞാനിപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു ഇതെന്ന് മനസ്സിലാക്കിയതാണ്. ടീച്ചേഴ്സ് അവർ തോന്നിയ പോലെയാണ് ക്ലാസ് എടുക്കുന്നത്, അവർ തോന്നിയ പോലെയാണ് ഈ എന്താ പറയുക ഏതായാലും, അതായത് ഈ ഒരു സിറ്റുവേഷൻ അവർ മാക്സിമം, എനിക്കറിയില്ല എന്താ വേർഡ്, യൂട്ടിലൈസ് ചെയ്യുന്നതാണോ അതോ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത് കാര്യം അറിയില്ല. എസ്പെഷ്യലി ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല, ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്താ പറയുക സിൻസിയറായിട്ട് എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ എടുക്കുന്ന നമ്മളെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടണമെന്ന് ചിന്തിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബട്ട് കുറേ ഞാൻ മനസ്സിലാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ മാക്സിമം ഒരുപാട് ആൾക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതും ഒരു എഡ്യൂക്കേഷനിൽ മാറേണ്ട ഒരു കാര്യമാണ്. അതായത് സ്വന്തം കുട്ടികളെ നോക്കാതെ വീണ്ടും മണി എന്നുള്ളതിൻ്റെ ബാക്ക് പോയിട്ട്, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് ഷെഡ്യൂൾ ചെയ്തു. എൻ്റെ അനിയത്തിക്ക് ഒരു ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 12:30 ഉച്ചയ്ക്ക് 12:30 ഫിസിക്സ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഷെഡ്യൂൾ ചെയ്തു. എക്സാമ്പിൾ പറഞ്ഞാണ്. എന്നിട്ട് 10 മണിയായപ്പം ആ സാറ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാണ്. അതിപ്പോൾ കംപ്ലീറ്റ് ഗ്രൂപ്പിലാണല്ലോ, ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാണ്, എനിക്ക് അർജൻറ്റ് ഇന്നൊരു സ്ഥലത്ത് വരെ പോകാണ്ട്, ഞാൻ ക്ലാസ് നാളത്തേക്ക് മാറ്റി, നാളെ ഏതെങ്കിലും ഒരു സമയം ഞാൻ അറിയിക്കുക, ആ സമയത്ത് ക്ലാസ് വെക്കാം. ആക്ച്വലി ഇത് മാറേണ്ട ഒരു കാര്യമല്ലേ. ലൈക്ക് കുട്ടികൾ മാത്രം അല്ലെങ്കിൽ പാരൻസ് മാത്രം ചിന്താഗതി മാറിയാൽ മതിയോ? ഈ ഒരു സിറ്റുവേഷനിൽ ആക്ച്വലി കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടത് ടീച്ചേഴ്സ് അല്ലേ? തീർച്ചയായിട്ടും ടീച്ചേഴ്സാണ് കുറച്ചും കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം പാരൻസിനും മാക്സിമം അവർ ചിൽഡ്രൻസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഫെസിലിറ്റീസ്, അവർക്ക് ക്ലാസ് വയ്ക്കേണ്ട മൊബൈൽ ഫോൺസ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് സ്റ്റുഡൻസ് ഓൾസോ അവർ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ടീച്ചേഴ്സാണ്, അവരാണ് ഏത് ടൈമിൽ നമ്മൾ ക്ലാസ് എടുക്കണം, എത്ര ടൈമാണ് അവർക്ക് മാക്സിമം, നമുക്കറിയാലോ ഒരു 20 മിനിറ്റ്സാണ് മാക്സിമം ഒരാളുടെ മാക്സിമം കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് എത്ര ടൈം എടുത്താലാണ് ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടുക. പിന്നെ ഇപ്പോൾ നമുക്കറിയാം മോർണിംഗിലാണ് മീൻസ് ഏകദേശം 7 to 8 o'clock ക്ലാസ് എടുത്താലാണ് കുറച്ചും കൂടി സ്റ്റുഡൻസിൻ്റെ മൈൻഡിൽ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുക. ചില ടീച്ചേഴ്സ് അത് യൂട്ടിലൈസ് ചെയ്യും, എന്നിട്ട് ഒരു ഈവനിങ് 5 to 6 PM മീൻസ് നമ്മൾ മൈൻഡ് ഫുൾ ബ്ലാങ്ക് ആയി ടൈമായിരിക്കും ഈവനിങ്. മീൻസ് സ്റ്റഡീസിനല്ല, നമ്മൾ കൂടുതൽ ഒരു ഫ്രീ ടൈമായിട്ട് ഉപയോഗിക്കുന്ന ടൈം വരെ ചില ടീച്ചേഴ്സ് ക്ലാസ് ടൈമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം അത് അവരുടെ ഫ്രീ ടൈം ആയിരിക്കും, അവരുടെ ഇഷ്ടമുള്ള സമയമായിരിക്കും അവർ ക്ലാസ് എടുക്കും. പക്ഷേ സ്റ്റുഡൻസിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അത് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അത് കൂടി ചിന്തിക്കണം. കാരണം സ്റ്റുഡൻസിൻ്റെ നമ്മൾ പഠിപ്പിക്കുന്ന വെറുതെ എന്നാ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടല്ലല്ലോ. കാരണം അത് സ്റ്റുഡൻസിൽ എത്ര അത് ഒരു ഇമ്പാക്റ്റ്, ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, അതിനാണ് ഇമ്പോർട്ടൻസ്. ലൈക്ക് ജസ്റ്റ് പോർഷൻ തീർക്കണം, സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും മാഡം ഇത് പഠിപ്പിച്ചിട്ടില്ല, പ്രിൻസിപ്പാളിനോട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകും, അതൊന്നും പാടില്ല. ടീച്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രൂഫിന് വേണ്ടിയിട്ട്, ജസ്റ്റ് ഒരു സിലബസ് കംപ്ലീഷൻ ജസ്റ്റ് അതല്ല ശരിക്കും വേണ്ടത്. ഒരു സ്റ്റുഡൻറ്റിന് എത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ അത്രയും ഒരു ടീച്ചർ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് എന്ന് എൻ്റെ അഭിപ്രായം. അതാണ് ഇറ്റ്സ് മൈ ഫേവറേറ്റ്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു മാറേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ടൈം മാനേജ്മെൻറ്റ്, അതേപോലെ കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് സ്ട്രക്ചർ, പങ്ക്ച്വാലിറ്റി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഫോർ എവ്രി വൺ
ഒരു പ്രോപ്പർ സ്കെഡ്യൂൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ലൈക്ക് ഡെയിലി ഒരു ടൈം ടേബിൾ ഉണ്ടാവുക, ആ ടൈം ടേബിൾ ഫോളോ ചെയ്യുക, ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈമിൽ മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതും പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇതിൽ. ലൈക്ക് ഒരുപാട് ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെ ഏകദേശം എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ തന്നെയാണ് ക്ലാസ്സസ് നടക്കുന്നത്. ചിലപ്പോൾ ഉച്ച ക്ലാസ് എടുക്കുന്നവരുണ്ട്, രാത്രി 8 മണിക്കൊക്കെ ടീച്ചേഴ്സ് ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്തിട്ട് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. കുട്ടികൾ 10 മണിവരെയൊക്കെ ഇരുന്നിട്ട് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുന്നില്ല, എണീക്കേണ്ട സമയത്ത് എണീക്കുന്നില്ല. ഒരു കംപ്ലീറ്റ് ലൈഫ് ഒരു അവതാളത്തിലായിട്ടുള്ളൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ പാരൻസും ഇത് കുറേയൊക്കെ നമ്മുടെ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പാരൻസും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ലൈക്ക് ഡെഫിനറ്റ്ലി പ്രതികരിക്കാനുണ്ട്. സോ ദർ ഈസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഓൺ യുവർ ടേബിൾ, റൈറ്റ്? യെസ്, അബ്സല്യൂട്ട്ലി. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പം റിസാൻ ചോദിച്ചു എന്തൊക്കെ ചേഞ്ച് വരണം. ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ റിസ്വാൻ എൻജിനീയറിങ് കഴിതു, ഇനി എന്ത് ചെയ്യണം എന്ന് റിസ്വാൻ ഒരു ഐഡിയ ഇല്ല. അപ്പം പോയി ചെന്ന് ചോദിക്കാൻ ഒരാളുണ്ടോ, ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടോ, അഥവാ അങ്ങനെ ഒരാൾ കിട്ടുന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? താങ്ക്സ് എ ലോട്ട് ഫോർ ബ്രിങ്ങിങ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ചോദ്യമാണ്. താങ്ക് യു ഫോർ ആസ്കിങ്. ഞാനിത് കുറേ പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടാണ്, ഇങ്ങനൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ കോണ്ടൻറ് ക്രിയേഷൻ എന്നുള്ളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് തവണ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇഫ് ഐ ഹാഡ് എ മെൻറ്റർ, ഈ ഒരു സമയത്ത് എനിക്ക് ഇന്നൊരു കാര്യം പറഞ്ഞുതരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ അറിയോ, നമ്മുടെ നാട്ടിൽ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ ചുറ്റും കേപ്പബിൾ ആയിട്ടുള്ള അറിയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ നോളജ് ഷെയർ ചെയ്യുന്നില്ല. അതൊരു കാര്യം. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചു പോകുന്നില്ല. അത് വേറൊരു കാര്യം. പിന്നെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ, നല്ല നിലയിലെത്തിയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അപ്രോച്ചബിൾ ആണോ എന്നുള്ളത് അവർ പോലും അറിയില്ല. നമ്മളൊരു കാര്യം ചോദിക്കുമ്പം സമയമില്ല, പിന്നെ ചോദിക്കുന്നുള്ളത് നമ്മളെ ഒട്ടുമിക്ക ഒഴിവാക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ലൈക്ക് ഒരു പ്രോപ്പർ ആൻസർ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെൻറ്റാലിറ്റി കാണിക്കുന്നത്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കത് പറഞ്ഞുതരാം, ചോദിച്ച് പറഞ്ഞുതരാം എന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. സെയിം ടൈം ഫർഹാൻ ഇപ്പോൾ IAS എന്ന് ഡ്രീം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫർഹാൻ ആരൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ ഫാമിലി ഓർ എനി കരിയർ ഗൈഡൻസ് അങ്ങനെ ആരെങ്കിലോടും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ജസ്റ്റ് മീൻസ് ഞാനൊരു ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമ്പിന് വെച്ചിട്ടാണ് മീൻസ് എൻ്റെ പാരൻസ് സഹായത്തോടെ ഞാൻ ആ ക്യാമ്പിലെത്തി. അവിടെ വെച്ചിട്ടാണ് ഞാൻ IASൻ്റെ ക്ലിയർ കട്ട് എക്സ്പ്രഷൻ ഒക്കെ അവിടെ നിന്നാണ് കിട്ടുന്നത്. മീൻസ് അവിടെ കുറേ മെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ IASന് പ്രിപ്പയർ ചെയ്തവരുണ്ട്, ലാസ്റ്റ് ഇൻ്റർവ്യൂ സെക്ഷനിലുള്ളവരുണ്ട്, 2-3 വർഷമായിട്ട് IASന് ട്രൈ ചെയ്തിട്ട് ഇപ്പോഴും അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സൺസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ മീൻസ് റിസൈൻ ചെയ്തിട്ടുള്ള കുറേ ഗ്രേറ്റ് IAS ഓഫീസറൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എക്സ്പീരിയൻസ് വെച്ചിട്ടും അവർ തന്നൊരു ഇൻഫർമേഷൻ, IASൻ്റെ ഒരു IAS എന്താണ്, അത് എന്തൊക്കെ നമ്മൾ പഠിക്കണം, അത് IAS ആയി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ഞാൻ ആ ക്യാമ്പിൽ വെച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്നും ആ പൊസിഷനിലുള്ളവരിൽ നിന്നാണ് നമുക്കതിന് ക്ലിയർ കട്ട് ഐഡിയ കിട്ടുന്നത്. വേറൊരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. കാരണം വെച്ചാണല്ലോ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, കുറേ ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. പക്ഷേ വേറൊരു കാര്യം കൂടെ ഞാൻ കണ്ട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തർ പോയി കാര്യം ചോദിക്കുമ്പോൾ മുഖം നോക്കിയിട്ടാണ് റെസ്പോൺസ് ഇട്ടിട്ടുള്ളത്. ലൈക്ക് ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു പ്രീ ജഡ്ജ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീ നല്ലൊരു നിലയിലുള്ള ഒരാൾ, ഞാൻ നാട്ടിൽ കുറേ എന്താ പറയുക കുരുത്തക്കടെല്ലാം കളിച്ച് കുറേ ചീത്തപ്പേരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ, എന്നിട്ട് ഞാൻ കോളേജിൽ പോയി കഷ്ടപ്പെട്ട് ഈ പറയിപ്പിക്കലൊക്കെ നടന്നിട്ടും ഞാൻ കഷ്ടപ്പെട്ട് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇറക്കിയറിയാം നീ ഒരു നിലയിലെത്തിയിട്ടുണ്ട്, എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടുന്നുള്ളത്. ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തരുന്നൊരു റെസ്പോൺസ് എന്നുള്ളതുണ്ടല്ലോ, എൻ്റെ മുഖം നോക്കിയിട്ട്, അതായത് ഓൻ അങ്ങനെയാണ്, ഓനക്ക് ഇത് പറ്റൂല, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് ആട്ടിപ്പായിക്കുന്ന ഒരു ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതും വലിയൊരു ഇതാണ്. സെയിം ടൈം വേറൊരു കാര്യം ഞാൻ ഇത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ഫർഹാൻ പറഞ്ഞു ഓനൊരു ക്യാമ്പിൽ പോയത് കൊണ്ട് മാത്രമാണ് എനിക്കൊരു ക്ലിയർ കട്ട് ഇൻഫർമേഷൻ കിട്ടിയത്.
സെയിം ടൈം അതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയോ യൂസ്ഫുള്ളാണ്. എനിക്കൊക്കെ ഒരു പ്ലാനില്ല എന്നുവെച്ചാൽ ഞാൻ എന്ത് ചെയ്യണം, എനിക്കെന്ത് പഠിക്കണം. ഞാനിപ്പോൾ എൻ്റെ 10th കഴിഞ്ഞപ്പോൾ എനിക്ക് സയൻസിൽ ഇൻട്രസ്റ്റ് ഇല്ല. സോ ഞാൻ കൊമേഴ്സ് എടുത്തു. കൊമേഴ്സ് എടുത്തതിന് ശേഷം എനിക്ക് ആകെയുള്ള മുമ്പിലുള്ള ഓപ്ഷൻ ആ സമയത്ത് എനിക്ക് അറിയുന്നത് ഓൺലി BCom BBA. അത് ഞാൻ BCom ചൂസ് ചെയ്തു. BCom ചൂസ് ചെയ്തിട്ട് MBAക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് റെസ്പോൺസ് കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് ആളോട് ചോദിച്ചു ഇനി എങ്ങനെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് കാറ്റ് ചെയ്ത് ഇതെന്താന്നുള്ളത് ആർക്കും അറിയില്ല. അത് അവർക്ക് ആർക്കും അറിയില്ല. കാറ്റ് എന്താ മാറ്റ് എന്താ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് അത് ആർക്കും അറിയില്ല. അത് ജസ്റ്റ് ഒരു എൻട്രൻസ് എക്സാം ആണ്, അത് എഴുതണമെന്നേ അറിയുള്ളൂ. അപ്പോൾ ഈവൻ ഞാൻ കരിയർ ഗൈഡൻസ് നടത്തുന്ന ഒരുപാട് സാറന്മാരെ വിളിച്ചു. അപ്പോൾ അവർ എന്നോട് ചോദിക്കുന്നു നിൻ്റെ ഡ്രീം എന്താണ്? ഞാൻ പറഞ്ഞു ഐ വാണ്ട് ടു ബി എ പോസ്റ്റ് ഗ്രാജുവേറ്റ് പേഴ്സൺ, എനിക്ക് MBA ചെയ്യണം. അതെയോ, അപ്പോൾ വേറൊന്നും ഡ്രീമില്ലേ? അപ്പോൾ എന്നോട് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് IAS ട്രൈ ചെയ്തൂടെ. വൈ IAS? ഞാൻ എന്തിനാ IAS ചെയ്യണം? ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരമല്ല അവർ തരുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് IIM പഠിച്ചൂടെ? IIM പഠിക്കാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് അറിയോ? അതവർക്ക് അറിയില്ല. സോ ഐ സ്ട്രഗിൾഡ് എ ലോട്ട്. അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച ഒരു MBA ജോയിൻ ചെയ്തു. അതിനുശേഷം എനിക്ക് മനസ്സിലായി കോമേഴ്സ് ചെയ്താൽ CA എന്ന് പറഞ്ഞൊരു ഫീൽഡുണ്ട്, BCom BBA, പിന്നെ ACCA, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും അറിയുന്നില്ല, ഞങ്ങൾക്ക് ആരും പറഞ്ഞു തരുന്നില്ല. ഇപ്പോൾ ഇവിടുന്ന് ഒരാളോട് ചോദിച്ചാൽ പറയും BCom ചെയ്, BBA ചെയ്, അല്ലെങ്കിൽ BA ചെയ്, അങ്ങനെ പറയുള്ളൂ. അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഒരാൾ പറഞ്ഞു തരുന്നില്ല. ഈവൻ സ്കൂളിൽ നിന്നും പറഞ്ഞു തരുന്നില്ല. അതെന്തായാലും വേണം, അതുണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റൂ, അതിലേക്ക് നീങ്ങാൻ പറ്റൂ. ബി ഫ്രാങ്ക്, ഫർഹാൻ ഭയങ്കര ലക്കിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഗോൾ സെറ്റ് ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, നല്ലൊരു ബേസ് കിട്ടി. അതുകൊണ്ട് ഒരു ക്ലിയർ പിക്ചർ ഉണ്ട് ഫർഹാൻ്റെ മുമ്പിൽ. പക്ഷെ ഞാനൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഞാൻ എങ്ങോട്ട് പോകണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ഈവൻ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നത് ഐ തിങ്ക് അന്ന് ക്യാമ്പിന് പോയപ്പോൾ അതുവരെ എനിക്ക് ഭയങ്കര സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവിടെ നിന്നതാൽ ഇറങ്ങി പോകും. അങ്ങനെയായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ റിസ്വാൻ ഇവരൊക്കെ ഫോഴ്സ് ചെയ്ത് എൻ്റെ കൈ പൊക്കി. ഞാൻ ആ പൊക്കിയ ശേഷം എന്നോട് അവർ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞു. ആ ഒരു വട്ടം പറഞ്ഞതിന് ശേഷം ഞാൻ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ടും. അപ്പോൾ അതൊക്കെ ഒരുപാട് എഡ്യൂക്കേഷൻ, അതും എന്താ വെച്ചാൽ നല്ലൊരു കരിയർ ഗൈഡൻസ് നടത്തണം, അവർക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കണം, അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവർക്ക് എന്താ പറയുക ഓപ്ഷൻസ് കൊടുക്കണം. ഇന്നത് ചെയ്യണം, ഇന്നത് ഒന്ന് നിൻ്റെ ടേസ്റ്റ്. അല്ലാതെ എല്ലാവരെയും ഡോക്ടർ, എല്ലാവരെയും എൻജിനീയർ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി. ഞാൻ 12th കഴിഞ്ഞ സമയത്തും എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു 12th കഴിഞ്ഞപ്പോൾ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പല ഇൻട്രസ്റ്റാണ്, ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് എൻജിനീയറിങ് എടുത്തതെന്നുള്ളത് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ബിക്കോസ് ഞാൻ പോയി ചേരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് അവിടെ പോയി ചേർന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ പോയി ചേർന്നു. ഞാൻ കുറേ ഓപ്ഷൻസ് കാര്യങ്ങൾ നോക്കിയിട്ട് ലാസ്റ്റ് ഇത് എനിക്ക് ആ ഒരു ഇഷ്ടമുള്ള കാര്യമാണ്, എന്നാൽ അത് പോയി ചേർന്നതാണ്. ബട്ട് അവിടെ എനിക്ക് ഇതുപോലൊരു മെൻറ്റർ എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഉത്തരങ്ങൾ എനിക്ക് വേണ്ട. ഉത്തരങ്ങൾ പറഞ്ഞതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വൈസസ് എന്നുള്ളത് മാറിയിട്ട് സജഷൻസ് എന്നുള്ള ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അതാണ് കൂടുതൽ കറക്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളൊരു സിറ്റുവേഷൻ ഇപ്പം ഫർഹാൻ എന്നുള്ളത് തന്നെ, ഫർഹാന് ഇപ്പോൾ IAS അല്ലെങ്കിൽ ഇപ്പോൾ ഫർഹാന് വേറെ കുറേ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പം അതിലേതാണ് ഫർഹാന് വേണ്ടത് അല്ലെങ്കിൽ ഏതാണ് നല്ലതെന്ന് ഫർഹാന് തീരുമാനം എടുക്കേണ്ടത് ഫർഹാൻ തന്നെയാണ്. അപ്പോൾ ഫർഹാനെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഫർഹാന് ആക്ച്വലി കിട്ടുന്നത് ആൻസേഴ്സ് അല്ല, ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാൻ, ഇപ്പം ഞാനിപ്പോൾ ഒരാൾ പോയിട്ട് പറയാണ് ഞാനിപ്പോൾ എഞ്ചിനീയറിങ്ങിന് ചേരുകയാണ്, അപ്പം എന്തിന് എഞ്ചിനീയറിങ്, അല്ലെങ്കിൽ ഓക്കെ ആ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതെന്തുകൊണ്ട്, വൈ ആ ലാസ്റ്റ് റൂട്ട് ഒരു കോസ് ഉണ്ടല്ലോ, ഒരു വൈ എന്നുള്ള ലാസ്റ്റ് വൈ ഉണ്ടല്ലോ, അത് പറഞ്ഞുതരാൻ അല്ലെങ്കിൽ അതെന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ കണ്ടെത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഐ വോണ്ട് ബി എൻ എഞ്ചിനീയർ, ഞാൻ ഒരിക്കലും ഒരു എഞ്ചിനീയർ ആയിരിക്കില്ല. ചിലപ്പോൾ
ഞാൻ വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രി ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൊഫഷണൽ ഡിഗ്രി തന്നെ ആയിരിക്കണം എന്നില്ല, വേറെ എന്തെങ്കിലും ഒരു കൾച്ചറിലോ ആർട്ടിസ്റ്റിക്കോ ആയിട്ടുള്ള ചിലപ്പം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടാവുക. ദർ ഈസ് ഡിഫറൻസ്. റിഗ്രറ്റ് ചെയ്യുന്നില്ല ഡെഫിനറ്റ്ലി, ബിക്കോസ് ഐ ടുക്ക് ദ ഡിസിഷൻ ആൻഡ് ഐ ഹാവ് ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്, ഗുഡ് ആൻഡ് ബാഡ് പഠിച്ചിട്ടുണ്ട്. ബട്ട് ദി ലൈക്ക് ഹൂ ഐ ആം വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്, റിയലി ഡിഫറെൻറ്റ്. അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ തന്നെയാണ്. ഈവൻ സെയിം ടൈം എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട്, റിസ്വാൻ എന്തിനാ എഞ്ചിനീയറിങ് എടുത്ത്, അവന് മെഡിസിൻ ഫീൽഡിൽ ഏതിലെങ്കിലും പോയിക്കൂടെ, ബിക്കോസ് ഈ സ്കോർഡ് വെൽ. അപ്പോൾ എല്ലാവരും മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ 96-97 എബോ പെർസെൻറ്റേജ് കിട്ടിയാൽ മെഡിസിന് പോകണം, മെഡിസിന് കിട്ടിയില്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോകണം എന്നാണ് എല്ലാവരും മെൻറ്റാലിറ്റി. അല്ലാതെ ഓക്കെ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നീ ഇപ്പോൾ BCom ലൈക്ക് കൊമേഴ്സ് എടുത്തിട്ടില്ല, 10th കഴിഞ്ഞ് നിൽക്കുകയാണ്. ആ സിറ്റുവേഷനിൽ ഇപ്പം ഇഫ് യു കുഡ് ഗോ ബാക്ക്, ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വാട്ട് വുഡ് യു ഡു? സോനെ പെട്ടു. ഞാൻ ഇപ്പോൾ 10th ഫോർ ഷുവർ ഞാൻ തന്നെയാണ് എൻ്റെ ഡിഗ്രി ചൂസ് ചെയ്തത്. വെച്ചാൽ എനിക്ക് ബയോളജിയിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പക്ഷേ ഞാനൊരു എൻ്റെ എക്സ്പീരിയൻസ് പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തത് സയൻസിലായിരുന്നു. വെച്ചാൽ എനിക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടിയിട്ടില്ല ഫസ്റ്റ്, മീൻസ് കിട്ടിയ സ്കൂൾ എനിക്ക് ഓക്കെ ആയിരുന്നില്ല. സോ ഞാനൊരു പ്രൈവറ്റ് സ്കൂളിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ സയൻസാണ് ജോയിൻ ചെയ്തത്. ആ സമയത്ത് ഞാൻ പഠിക്കുമ്പോൾ +1 +2 ആണ്. എൻ്റെ പാരൻസ് +1 +2 ആണ്, ഇതിൽ നല്ല സ്കോർ ചെയ്യണം, ഇത് ഇതായിട്ടാണ് ബാക്കിയൊക്കെ. അപ്പോൾ ഞാൻ ആ സമയത്ത് അവിടെ ജോയിൻ ചെയ്തവിടെ ഭയങ്കര സ്മാർട്ടായിരുന്നു, എല്ലാം ഡെയിലി അപ് ടു ഡേറ്റ് പഠിക്കുമായിരുന്നു. ആ സമയത്ത് എനിക്ക് സയൻസ് വലിയൊരു ഇഷ്യൂ ആയി തോന്നിയിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ BComഉം MBA ഒക്കെ ചെയ്തതിന് ശേഷം എനിക്കിപ്പോഴും റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ന്യൂ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ഫീൽഡിൽ. കാരണം വെച്ചാൽ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ടുവന്നിട്ട് അതിൽ നമ്മൾ ചെയ്യുന്നത് അത് എന്തായാലും എൻ്റെ ഒരു ഫീൽഡിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഒരു എഞ്ചിനീയർ അല്ല ഓട്ടോമൊബൈൽ, അപ്പോൾ അവരുടേതായ ഇൻവെൻഷൻ ഉണ്ടാവും. ഞാൻ ചെയ്യേണ്ടത് ഞാൻ പഠിച്ച സാധനം ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ പഠിച്ചത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതിലെനിക്കൊരു ചെറിയ റിഗ്രറ്റ് എന്ന് വെച്ചാൽ അതാണ്. വെച്ചാൽ മാത്സ് മീൻസ് അക്കൗണ്ട്സിൽ അതിൽ ഞാനായിട്ട് മാറ്റം വരുത്താനൊന്നുമില്ല. അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് ചെയ്യാം. അതേപോലെ നമുക്ക് പറയുന്ന വർക്ക് അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള എൻജിനീയറിങ് അവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അവരായിട്ട് പ്രൂവ് ചെയ്തിട്ട് അവർക്ക് ആ ഒരു റെസ്പെക്റ്റ് കിട്ടും പ്രൂവ് ചെയ്താൽ. അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ള നെക്സ്റ്റ് ഓപ്ഷൻ ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ടൊന്ന് ബിസിനസ് തുടങ്ങുക, അങ്ങനെ നടത്താം. അല്ലാതെ ഫറാൻ അടുത്തേക്ക് ട്രാവൽ ചെയ്യും, ടൈം ട്രാവൽ ഇഫ് യു കുഡ്. എനിക്ക് ഡ്രീം ട്രാവൽ ചെയ്യാൻ മീൻസ് ഞാൻ 10th ക്ലാസ്സിൽ, അപ്പോൾ നിങ്ങൾക്കായിരിക്കും കൂടുതൽ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10th കൊണ്ട് എനിക്ക് ഡ്രീം ട്രാവൽ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. ഇനി ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, എല്ലാ സ്കൂൾസും നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റഡീസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറേ സ്കൂൾസ് ഉണ്ട്. മീൻസ് എല്ലാ കുട്ടികളെ കൊണ്ടും ഒരേപോലെ സ്കോർ ചെയ്യാനും ഒരേപോലെ പഠിക്കാനും ഗ്രാസ്പ് ചെയ്യാനൊക്കെ ഒരിക്കലും പറ്റില്ല. അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് മസ്റ്റാണ് എല്ലാ സ്കൂളിലും. കാരണം നമ്മുടെ ഇടയിൽ നല്ല ഡാൻസർ ഉണ്ടാവാം, ചിലപ്പോൾ നല്ല സിംഗർ ഉണ്ടാവാം, ചിലപ്പോൾ നാളത്തെ ഏറ്റവും വലിയ ഫേമസ് സിംഗർ, മ്യൂസിക് ഡയറക്ടർ, ലൈക്ക് നമ്മുടെ ഇടയിലുണ്ടാവാം. അപ്പോൾ അവരൊക്കെ കണ്ടുപിടിച്ച് അവരെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യാനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കൂളിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ നമ്മൾ ഒന്ന് എക്സ്ട്രാ വിഷ്വൽ ചെയ്യുക, എന്നിട്ട് അവരുടെ കഴിവുകളെന്ന് കണ്ടുപിടിച്ചിട്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് സ്കൂൾസിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്യൂട്ടി. അതാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്കൂൾസ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ഗ്രേറ്റ്. സോ ഇതേ ചോദ്യം ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാലല്ലോ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഞാൻ എന്ത് ചെയ്യുന്നുള്ളത്. ലൈക്ക് ഞാൻ ആ 10th കഴിഞ്ഞ സമയത്തൊക്കെയാണ് എന്ത് ചെയ്യുന്നുള്ളത്. ഐ തിങ്ക് ഞാൻ ഒരു ലൈക്ക് ആ സമയത്തൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു ആക്ച്വലി പോയിട്ട് ഒരു തിയേറ്റർ ചേർന്ന് തന്നെ, ലൈക്ക് ഒരു ആക്ടിങ് സ്കൂളിലോ മറ്റോ ചേർന്ന് തന്നെ. മേ ബി ഐ വുഡ് ഹാവ് ലേൺ ആർട്സ് അല്ലെങ്കിൽ ആക്ടിങ്, അങ്ങനത്തെ എന്തെങ്കിലും ചേർന്ന് തന്നെ. ബിക്കോസ് ആ സമയത്ത്
വലിയൊരു ആക്ടർ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ഞാൻ സ്കൂളിൽ ഏകദേശം എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഞാൻ പോയി തലയിടലുണ്ടായിരുന്നു, ക്രിയേറ്റീവായിട്ടുള്ള എന്ത് കാര്യങ്ങളിലും. സോ ഐ തിങ്ക് ആർട്സ് പോയി എടുത്തിട്ട് മേ ബി ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ നന്നായിട്ടുണ്ടാവുമായിരിക്കാം, ബട്ട് ഐ വുഡ് ഹാവ് ഡൺ സംതിങ് ലൈക്ക് ദാറ്റ് എന്നുള്ള ചിന്ത പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് ഹോസ്റ്റലിനോട് ചോദിക്കാനുള്ളത്, പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഒരു ബയോളജി ടീച്ചറാണ്. അപ്പോൾ ഓരോ സ്റ്റുഡൻസിനും ഓരോ മെൻറ്റാലിറ്റി ആയിരിക്കും, അവരുടെ ഗ്രാസ്പിംഗ് മൈൻഡ്, അവർക്ക് ലേണിങ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഒരു ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ ആ കോൺസെപ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആക്കാൻ എന്ത് ഐഡിയാസാണ് നിങ്ങൾക്ക് ഇത് കാണുന്ന ടീച്ചേഴ്സിനോട് പറയാനുള്ളത്? ഓക്കെ, ദാറ്റ്സ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. ഓൾറൈറ്റ്, സോ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇതൊരു പ്രൊമോഷൻ പോലെ ആവുന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, സ്പെഷ്യലി ആസ് എ ടീച്ചർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ, പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫോക്കസ്. പക്ഷെ എല്ലാ ടീച്ചേഴ്സും അല്ല, പക്ഷേ ഞാൻ ഇപ്പം എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരെ ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഫോക്കസ് എപ്പോഴും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്യണ്ട. ലൈക്ക് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞതുപോലെ ലേണിംഗ് എന്നുള്ളത് ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. നമ്മൾ ഒരു കാര്യം പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ആ കാര്യത്തോട് ഇഷ്ടം വേണം, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അത് എന്തെങ്കിലും ചെയ്തേ മതിയാവും എന്നുള്ളൊരു സ്ഥിതിയിലെത്തണം. നമ്മൾ അസൈൻമെൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്താൽ മതിയാവും, നമ്മൾ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യും. നേരെ മറിച്ച് നമുക്കൊരു കാര്യം ഇഷ്ടമാണ്, ഫുഡ് കഴിക്കുക എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ ആരെങ്കിലും കഴിക്കുമെന്ന് കഴിപ്പിക്കണോ? വേണ്ട, നമ്മൾ അത്യാവശ്യം നമ്മൾ കഴിച്ചോളും, ആവശ്യത്തിൽ നമ്മൾ കഴിച്ചോളും എന്ന് വെച്ചാൽ നമുക്കത് നെസസിറ്റിയും കൂടിയാണ്, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ്. പക്ഷേ നേരെ മറിച്ച് ഇഷ്ടമില്ലാത്തൊരു കാര്യം, പഠിക്കുക എന്നുള്ളത് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിക്കൊണ്ടാണ് നമ്മളാരും പഠിക്കാത്തത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക്ക് എന്തും ആവട്ടെ, ഒരു 6ാം ക്ലാസ്സുകാരനാകട്ടെ, 7ാം ക്ലാസ്സുകാരനാകട്ടെ, 10ാം ക്ലാസ്സുകാരനാകട്ടെ, 12ാം ക്ലാസ്സുകാരനാകട്ടെ, ടോപ്പിക്ക് എന്തും ആയിക്കോട്ടെ, 10ാം ക്ലാസ്സിലെ കാര്യം, അതായത് 10ാം ക്ലാസ്സിലൊരു ടോപ്പിക്ക് വേണമെങ്കിൽ നമുക്ക് 6ാം ക്ലാസ്സുകാരനെയും പഠിപ്പിക്കാം, 12ാം ക്ലാസ്സുകാരനെയും പഠിപ്പിക്കാം. പക്ഷെ പഠിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, ലേണിങ്. അത് പഠിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായൊരു കാര്യമാണ്. അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരു ഫാക്ടറാണ് നമ്മുടെ ടീച്ചേഴ്സ്. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള നമ്മൾ ഓരോ ടീച്ചേഴ്സും അവർ പഠിപ്പിക്കുന്ന അപ്രോച്ചും നമുക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ കംപ്ലീറ്റ് ലൈഫിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ടീച്ചേഴ്സൊക്കെ അടിപൊളി ടീച്ചേഴ്സായിരുന്നു. സ്പെഷ്യലി എണ്ണം പറയാൻ പറ്റുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, എടുത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ചിലപ്പോൾ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടാവും, മിസ് ചെയ്ത് പോവാം, അപ്പം അവർക്ക് ചിലപ്പം വിഷമാവാം. സോ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു കാര്യവും ഓരോ സ്റ്റുഡൻസിനെയും എങ്ങനെയാണ് ഉറപ്പുവരുത്തുക എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സ്റ്റുഡൻസിനെയും നമ്മൾ ലേണിംഗ് എന്നുള്ള പ്രോസസ്സിലേക്ക്, ലേണിംഗ് ഈസ് ഫൺ, അല്ലെങ്കിൽ ലേണിംഗ് എന്നുള്ള പ്രോസസ്സിനെ ഇഷ്ടപ്പെടിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആക്ച്വലി യു ഹാവ് ടു ടച്ച് ദെയർ ഹാർട്ട്, യു ഹാവ് ടു ടച്ച് ദെയർ ഇമോഷൻസ്, യു ഹാവ് ടു മേക്ക് ദ സ്റ്റുഡൻറ്റ് വിൻ. പക്ഷേ ഇവിടെ ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചറാണ് സുപ്രീം എന്നുള്ളതാണ് ഒട്ടുമിക്ക ടീച്ചേഴ്സും കാണിക്കാറുള്ളത്. സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാനാണ് വലുത്, അങ്ങനെയാണ് കണ്ടുവെക്കാറുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസാണ് വലുത്, അവർ എപ്പോഴും ജയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് വരുത്തും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ജയിക്കുന്നിടത്തോളം നമ്മളും ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ് എ ടീച്ചർ വി ആർ ഓൾസോ ലേണിംഗ്. അവർ ജയിക്കുന്നിടത്തോളം, അവർക്ക് അപ്രീസിയേഷൻ കിട്ടുന്നിടത്തോളം കാലം, അവർക്കൊരു സപ്പോർട്ട് കിട്ടുന്നിടത്തോളം കാലം, അവർക്ക് റെസ്പെക്റ്റ് കിട്ടുന്നിടത്തോളം കാലം, അവർ ഈ ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്ത് ടോപ്പിക്ക് കൊടുത്തു കഴിഞ്ഞാലും, മാത്രമല്ല പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതൊരു എയിമേ അല്ല. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ ഒരു സ്റ്റുഡൻറ്റിനോട് സംസാരിക്കുകയാണെങ്കിൽ, ആ അരമണിക്കൂറിൽ ഞാൻ ചിലപ്പം ഒരു പാരഗ്രാഫ് മാത്രം പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു ചാപ്റ്ററിൻ്റെ ഒരു പാരഗ്രാഫ് മാത്രം പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. നേരെ മറിച്ച് അരമണിക്കൂറിൽ എൻറ്റയർ ചാപ്റ്റർ, അതായത് ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്. ഡിഫറൻസ് എന്താ? രണ്ടാൾക്കും പഠനം നടന്നിട്ടുണ്ട്. ഒരു മണിക്കൂറിൽ ഒരു പാരഗ്രാഫ് മാത്രം പഠിപ്പിച്ചുള്ള സ്റ്റുഡൻസും ഉണ്ട്, ഒരു മണിക്കൂറിൽ ഒരു എൻറ്റയർ ചാപ്റ്ററും പഠിപ്പിച്ചുള്ള സ്റ്റുഡൻസും ഉണ്ട്. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാളും രണ്ട് ഡിഫറെൻറ്റ് പോർഷൻസാണ് പഠിക്കുന്നതെങ്കിലും രണ്ടാളും ലേണിംഗ് എന്നുള്ളത്
പഠിക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പം വന്നിട്ട് എനിക്ക് ഇന്ന സാറ് മതി, അല്ലെങ്കിൽ എനിക്ക് പഠിച്ചത് മനസ്സിലായിട്ട് ഇന്നാൾ എടുത്ത് തരണം എന്നുള്ളത് പറയിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് വരണം. നമുക്ക് ഇന്ന് ടീച്ചർ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇന്നാൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലേണിങ് ഇഷ്ടമാവും എന്നുള്ള ചിന്തയിലേക്കുള്ള ആ ഒരു ലേണിങ്, അല്ലെങ്കിൽ ലേണിങ് ചെയ്യുക. ലേണിംഗ് എന്നുള്ള കാര്യം പ്രീച്ച് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക. അത് തന്നെയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മേക്ക് ദം ഫോൾ ഇൻ ലവ് വിത്ത് ലേണിംഗ്. അത് തന്നെയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഏകദേശം 2 മണിക്കൂറോളായി ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. 2 പാർട്ട് എടുത്തു പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ യൂഷ്വൽ സെഗ്മെൻറ്റിലേക്ക് കിടക്കാണ് ടപ്പേ. സോ ടപ്പേ എന്നതിൻ്റെ ഉത്തരം പറയാം. ഓക്കെ, ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഫറാൻ പറഞ്ഞു എന്നിരുന്നാലും, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ? റെഡ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? ഫ്രൈഡ് റൈസ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ? Kullu Manali. What is, like, who is your favorite teacher? I will not say. Okay, all right. What is your biggest dream? IAS officer. What is your biggest strength? To understand the people. To understand people. Oh, that's amazing. I think What is your very biggest fast. weakness? Food. ഓക്കെ, വാട്ട് ഈസ് ദ ഫറാനോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് അഡ്വൈസ് എന്താ? ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ബിഗ്ഗസ്റ്റ് അഡ്വൈസ് അല്ല ഏറ്റവും Whatever other people demotivate us, we don't want to look anything. We want to forward to our aim. ഓക്കെ, ഓൾ റൈറ്റ്. സോ ആർ യു ഹാപ്പി? Yes, I am happy. My name meaning itself happy. ഓ, അടിപൊളി. ഓക്കെ, ഫുൾ ഹാപ്പിനെസ്, ഫുൾ മോട്ടിവേഷൻ. Farhan meaning is happy, man. ഓൾറെഡി ഓസം. സോ അടുത്തത് അൻസിലേക്കാണ്. What is your biggest dream? To serve my family. What is your biggest strength? യൂഷ്വൽ ക്ലീഷ പറയുന്നില്ല പാരൻസ് നിന്നും, പക്ഷേ മൈ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ഈസ് വീക്ക്നെസ് വെച്ചാൽ എനിക്ക് ഒരുപാട് പറയാൻ പറ്റും. സ്ട്രെങ്ത് ഇത് വേറൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ യൂഷ്വലി നമ്മൾ ചിന്തിക്കാറുള്ളത് വെച്ചാൽ നമ്മുടെ വീക്ക്നെസ് സ്ട്രെങ്ത് ചെയ്യാനാണ്. ബട്ട് നമ്മുടെ സ്ട്രെങ്ത് എന്താ വെച്ചാൽ നമ്മുടെ സ്ട്രെങ്ത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാം. വൺ തിങ് ടു വർക്ക് ഓൺ. സോ വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് മൈ സ്ട്രെങ്ത് ഈസ് ഐ കണക്ട് പീപ്പിൾ. കണക്ട് വിത്ത് പീപ്പിൾ. ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് ഒരുപാടുണ്ടല്ലോ. പെട്ടെന്ന് ടെസ്പോ. ഓക്കെ, ആൻഡ് ആങ്കറോ? So when was the last time you got angry? Like really angry? Last time. Last trip. Okay, കൂടുതൽ പറയണ്ട. So what is your dream destination? Yeah, Shimla. What is and it's planning for last 2 years. Yeah, 2 വർഷമായിട്ട് നടന്നുകൊടുക്കണം, ഒന്നും നടക്കണില്ല. Okay, so what is the best advice someone told you? Never give up. Never give up. What is the best advice you have given to someone? Work hard. Work hard? But I never work hard. All right. So പിന്നെ അഡ്വൈസ് കൊടുക്കാൻ എല്ലാവർക്കും പറ്റും. ഈച്ച് ആൻഡ് എവരി വൺ എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കാൻ പറ്റും. പക്ഷേ അതിന് അവർ ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ അവരൊന്നും നന്നാവട്ടെ എന്നതുകൊണ്ട് മാത്രമാണ്. എന്തേലും വാക്ക് ടോക്കാ എന്താ സംഭവം? അങ്ങനെ സംഭവം ഇല്ലേ? ഉണ്ട്. അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വോക്ക് ചെയ്യാം, നടത്തി കാണിക്കാം. ഓക്കെ, സോ വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മോട്ടോ ഇൻ യുവർ ലൈഫ്? വാട്ട് ഈസ് യുവർ മോട്ടോ ഫോർ ലൈഫ്? Motto means? Like, what is that one thing that you live by? Your life code. Code. അങ്ങനെ ചോദിച്ചാൽ ഇപ്പം എന്താ പറയാ, കണ്ടെത്തിയിട്ടില്ല. Still no. Okay, still in the process of searching. So one last question. Are you happy, bro? You already asked the last question. അതങ്ങനെ പലതും പറയും. Are you happy, bro? Yeah, I'm happy. Are you genuinely happy? I don't know. Okay, so എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ?
വാട്ട് ഈസ് യുവർ മോട്ടോ? മൈ മോട്ടോ, എൻ്റെ മോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാ ദിവസവും, അതായത് നാളത്തെ ദിവസം ഇന്നത്തേനേക്കാളും ബെറ്റർ ആക്കുക. ദാറ്റ്സ് ഇറ്റ്. ലൈക്ക് ഇൻക്രീസ് ജസ്റ്റ് ടു മേക്ക് get better every day and learn new things every day. So tomorrow should be better and my value for tomorrow is more than today. Like എൻ്റെ വാല്യൂ ഇന്നത്തേനേക്കാളും കൂടുതലാണ് നാളെ എന്ന് ഉറപ്പുവരുത്തുക. That's my motto for life. So yeah, thank you so much everyone for tuning in, listening and ഒരുപാട് നേരം സംസാരിക്കുന്നു. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ വളരെ മണ്ടത്തരങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും, കാരണം നമ്മൾ ചെറിയൊരു എക്സ്പീരിയൻസ് കാരണമായിരിക്കാം. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് forgive us. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ മറ്റുണ്ടെങ്കിൽ പ്ലീസ് DMS ഓർ ഞങ്ങൾ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഷോ നോട്ട്സ് കാര്യങ്ങൾ, വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുക. ഡെഫിനറ്റ്ലി എപ്പിസോഡിൻ്റെ ഫീഡ്ബാക്ക് ആവശ്യമാണ്, കാരണം ഫ്യൂച്ചറിലും ഇതുപോലുള്ള പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള എപ്പിസോഡ്സ് ചെയ്യണമെന്ന് അതിനുള്ള റെസ്പോൺസ് വേണമല്ലോ. സോ ലെറ്റ് us know in the comments or in the feedbacks how this episode was. മാത്രമല്ല ഇനിയുള്ള എല്ലാ എപ്പിസോഡ്സും എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഡെപ്തിലായിട്ട് ഉള്ള ഡിസ്കഷൻസാണ് നടന്നുകൊണ്ടിരുന്നത്. ഒരുപാട് എപ്പിസോഡ്സ് ഷൂട്ട് ചെയ്തിട്ട് ഓൾറെഡി ഉണ്ട്. സോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓരോ എപ്പിസോഡും നിങ്ങൾക്ക് അത്രയധികം വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന എപ്പിസോഡ്സാണ്. സോ എവിടെയാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിലും കാണുന്നതെങ്കിലും അവിടെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാർക്കാണോ എത്തിക്കാൻ പറ്റുക അവർക്കൊക്കെ എത്തിക്കുക. കാരണം എനിക്ക് തോന്നുന്നു ഈ 2 എപ്പിസോഡ്സ് നിങ്ങളുടെ, അതായത് നമ്മുടെയൊക്കെ എഡ്യൂക്കേഷൻ ലൈഫിൽ ഇനി വലിയ മാറ്റങ്ങളും വരുത്താൻ, ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ലായിരിക്കുമെങ്കിലും ഫ്യൂച്ചറിൽ പല ആൾക്കും പല മാറ്റങ്ങളും വരുത്താൻ സാധിക്കുമായിരിക്കാം. സോ യുവർ വൺ ഷെയർ കുഡ് may impact one person's life. So please do that. And thank you so much for tuning in. ഇവരുടെയൊക്കെ സോഷ്യൽ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫോളോ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. So thank you so much everyone. Once again, this is the Mallu Show and I'm your host, Rizwan. Peace out.